മലായിക്കത്തുകളുടെ വിശ്വാസം അർക്കാനുൽ ഈമാനിൽപ്പെട്ടതാണ്. മലക്കുകളിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിം ആവുകയില്ല, ഈമാനിൽ നിന്ന് പുറത്താവും. അഥവാ അവനെ മുസ്ലിമായിട്ട് അവനെ പരിഗണിക്കാൻ സാധിക്കില്ല. ഈമാനിന്റെ ഒരു അർക്കാനുകളിൽ അവിശ്വസിച്ചാൽ തന്നെ അവൻ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താകുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ നാം അതിന്റെ ബാബ് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട ബാബാണ് അവസാനിപ്പിച്ചത്. അപ്പൊ നാം പറഞ്ഞ അവസാനിപ്പിച്ചതിലുള്ളത് ഇപ്പൊ ഒന്ന്, തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനുമായി ബന്ധപ്പെട്ട ബാബ്. അതിനോട് തുടർന്ന് തന്നെ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി എന്നുള്ള ആയത്തിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്, അതുപോലെ ഖദറിലുള്ള വിശ്വാസത്തിന്റെ ബാബ്. അപ്പൊ അതിൽ രണ്ട് ഈമാൻ കാര്യങ്ങളാണ് നാം പിന്നിട്ടത്. നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈമാനിന്റെ അർക്കാനുകൾ 6 എണ്ണമാണ്. അതിൽ അള്ളാഹുവിലുള്ളതും ഖദറുമായി ബന്ധപ്പെട്ടതും നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ബാബ്, ബാബു ദിക്രിൽ മലായികത്തി അലൈഹിമുസ്സലാം വൽ ഈമാൻ ബിഹിം. മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കേണ്ട, അതുപോലെ അവരുള്ള ഈമാനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിട്ടുള്ള ബാബാണ്. മലായിക്കത്തുകൾ നമുക്കറിയാം, നമുക്ക് കാണാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് മനുഷ്യന്മാരെ കാണുന്നത് പോലെ കാണാൻ സാധിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളാണ് മലക്കുകൾ. ഈമാനിന്റെ അർക്കാനുകളിൽ രണ്ടാമതായി നാം എണ്ണാറുള്ളതാണ് മലായിക്കത്തുകളുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളാണ്, പ്രകാശം കൊണ്ടാണ് അവയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഷെയ്ഖ് ബാബിന്റെ തുടക്കത്തിൽ മുഖദ്ദമയിൽ ചില ആയത്തുകൾ കൊടുക്കുന്നുണ്ട് മലക്കുകളുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്നിട്ടുള്ളത്. ആയത്തുകൾ ആദ്യം പറയാം, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ നമ്മൾ പറയാം. ഖൗലുല്ലാഹി തആല സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ. ലൈസൽ ബിർറ, പുണ്യം എന്നതല്ല, അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കിലേക്കോ പടിഞ്ഞാറിലേക്കോ നിങ്ങളുടെ മുഖം തിരിക്കുക എന്ന്, അതല്ല പുണ്യം എന്നുള്ളത്. വലാകിന്നൽ ബിർറ, പക്ഷേ പുണ്യം എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ വിശ്വസിക്കുന്നത്, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നത്, വൽ മലായിക, മലക്കുകളിൽ വിശ്വസിക്കുന്നത്, വൽ കിതാബി വൻ നബിയ്യീൻ, വേദഗ്രന്ഥങ്ങളിലും നബിമാരിലും വിശ്വസിക്കുന്നത്. അതാണ് പുണ്യം എന്നതുകൊണ്ട് ഉദ്ദേശം. ആയത്തിന്റെ എന്താ ആശയം നമ്മൾ വിശദീകരിക്കാൻ ഷെയ്ഖ് കൊടുത്തുള്ള ആയത്തുകൾ പറയാണ്. വഖൗലുഹു തആല, അടുത്ത ആയത്ത് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത് സൂറത്തു ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്താണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تهزنوا وأبشروا بالجنة التي كنتم توعدون. إن الذين قالوا ربنا الله, ആരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്നത്, ثم استقاموا, പിന്നെ നേരെ ചൊവ്വേ നിലകൊള്ളുന്നത്, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരിലേക്ക് മലക്കുകൾ ഇറങ്ങും, അല്ലാ തഖാഫു വലാ തഹ്സനു, അവരോട് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, വബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെ കൊണ്ട് നിങ്ങൾ സന്തോഷവാർത്ത സന്തോഷിക്കുക എന്ന്.
അടുത്ത ആയത്ത് സൂറത്തു നിസായിലെ 172-ാമത്തെ ആയത്ത് വഖൗലുഹു തആല ലാ യസ്തൻകിഫ المسيح أن يكون عبدا لله ولا الملائكة المقربون لا يستنكف المسيح ഈസാ നബി അലൈഹിസ്സലാമിന് ഒരു വൈമനസ്യമില്ല അൻ യകൂന അബ്ദൻ ലില്ലാഹ് അല്ലാഹുവിന് ഒരു അടിമയാകാൻ വലൽ മലായികത്തുൽ മുഖറബൂൻ അല്ലാഹുവിലേക്ക് അടുത്തിട്ടുള്ള മലായികത്തുകൾക്കും ഒരു വൈമനസ്യമില്ല അല്ലാഹുവിന്റെ അടിമയാകാൻ. അടുത്ത ആയത്ത് സൂറത്തുൽ അംബിയായിലെ 19-20 ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞു വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് അല്ലാഹുവിന്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി അല്ലാഹുവിന്റെ അടുക്കലുള്ളവർ അഥവാ മലായികത്തുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ കിബ്ർ കാണിക്കില്ല, അഹങ്കാരം കാണിക്കില്ല. വലാ യസ്തഹ്സിറൂൻ അവർക്ക് ഒരു മടുപ്പും ഉണ്ടാകില്ല. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ രാവും പകലും അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും, അവർക്കൊരു ക്ഷീണം ബാധിക്കുകയുമില്ല. വഖൗലുഹു തആല സൂറത്തു ഫാത്തിറിലെ 1-ാമത്തെ ആയത്ത് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി മലായികത്തുകളെ റുസുലൻ പ്രവാചകന്മാരായിട്ട്, പ്രവാചകൻ ഉദ്ദേശിച്ചത് സന്ദേശങ്ങൾ എത്തിക്കുന്നവരായിട്ട്, ഉലി അജ്നിഹത്തിൻ അവർക്ക് ചിറകുകളുണ്ട്, മസ്ന 2 സുലാസ 3, റുബാ 4 അങ്ങനെയുള്ളവർ. വഖൗലുഹു തആല സൂറത്തുൽ ഗാഫിറിലെ 7-ാമത്തെ ആയത്ത് الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا الذين يحملون العرش അർശിനെ ചുമക്കുന്നവർ വമൻ ഹൗലഹു അതുപോലെ അർശിന് ചുറ്റുമുള്ളവർ മലായികത്തുകളാണ് പറയുന്നത്. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം അവർ അല്ലാഹുവിനെ തസ്ബീഹും തഹ്മീദും നടത്തുന്നു ചെയ്യുന്നു. വയുഅ്മിനൂന ബിഹി അവർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു മുഅ്മിനീങ്ങൾക്ക് അവർ ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുന്നു. ഈ ആയത്തുകൾ ഷെയ്ഖ് ഈ ബാബിന്റെ മുഖദ്ദിമയായിട്ട് അല്ലെങ്കിൽ മലായികത്തുകളുമായി പറയുന്നതിന്റെ മുൻപായിട്ട് കൊടുത്തിരിക്കുകയാണ്. നാം പറഞ്ഞതുപോലെ മലായികത്തുകളുടെ വിശ്വാസം അർക്കാനുൽ ഈമാനിൽപ്പെട്ടതാണ്. മലക്കുകളിൽ വിശ്വസിക്കാത്തവൻ മുസ്ലിം ആവുകയില്ല, ഈമാനിൽ നിന്ന് പുറത്താവും, അഥവാ അവനെ മുസ്ലിമായിട്ട് അവനെ പരിഗണിക്കാൻ സാധിക്കില്ല. ഈമാനിന്റെ ഒരു അർക്കാനുകളിൽ അവിശ്വസിച്ചാൽ തന്നെ അവൻ ഈമാനിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താകുന്നതാണ്. നമുക്കറിയാം, ആമന റസൂലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുഅ്മിനീങ്ങൾ പറയുന്ന വാക്ക് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങൾ അതുപോലെ തന്നെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു അല്ലാഹു തആല അവർക്ക് ഇറക്കപ്പെട്ടതിൽ, അല്ലാഹുവിൽ നിന്ന് അവർക്ക് ഇറക്കപ്പെട്ടതിൽ. കുല്ലുൻ ആമന ബില്ലാഹ് അവരെല്ലാവരും അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. വമലായികതിഹി അവന്റെ മലക്കുകളിൽ, വകുതുബിഹി അവന്റെ വേദഗ്രന്ഥങ്ങളിൽ, വറുസുലിഹി അവന്റെ പ്രവാചകന്മാരിൽ, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി പ്രവാചകന്മാരിൽ അവരൊരു വ്യത്യാസം കാണില്ല, അഥവാ ചിലര് വിശ്വസിക്കും ചിലര് അവിശ്വസിക്കും, ആ രീതി ഉണ്ടാവില്ല. മലായികത്ത് എന്ന് പറഞ്ഞാൽ മലക്ക് എന്നുള്ളതിന്റെ ജംആണ്. മലക്ക് എന്നുള്ള വാക്കിന്റെ ഉത്ഭവസ്ഥാനം മൽഅക എന്ന വാക്കാണ്. അതുകൊണ്ടുള്ള അത് ഉണ്ടായിട്ടുള്ളത് അൽ ഉലൂക എന്നുള്ളതെന്നാണ്. അതിന്റെ അർത്ഥം അൽ റിസാല എന്നാണ്. ചുരുക്കത്തിൽ മലക്ക് എന്നതിന്റെ അർത്ഥം പറഞ്ഞാൽ റസൂൽ, സന്ദേശങ്ങൾ എത്തിക്കുന്നവർ എന്ന ആശയത്തിലേക്കാണ് മലക്ക് എന്ന വാക്കിന്റെ അർത്ഥം പോകുന്നത്. ആലമുൽ ഗൈബിൽ അഥവാ നമുക്ക് കാണാൻ സാധിക്കാത്ത ലോകത്ത് ജീവിക്കുന്ന സൃഷ്ടികളാണ് മലക്കുകൾ. നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും അവരെ പറ്റി അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാം വിശ്വസിക്കുന്നത്. എല്ലാ മനുഷ്യരും അദൃശ്യമായ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കാതെ അവന് ജീവിക്കാൻ സാധ്യമല്ല. ഇന്ന് പല ആളുകളും പല ഫിത്നകളും ശുബ്ഹത്തുകളും ഉണ്ടാക്കുന്നത് നമ്മൾ കാണാത്ത ഒരു ഇലാഹിൽ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക? നമ്മൾ നേരിട്ട് കാണാത്ത ഒരു കാര്യത്തിന്റെ മേലെ എന്താണ് വിശ്വസിക്കുക? ഇങ്ങനെ പറയുന്ന നിരീശ്വരവാദികൾ, നാസ്തികന്മാർ, അവര് യഥാർത്ഥത്തിൽ അവരുടെ വിഡ്ഢിത്തമാണ് അവർ തെളിയിക്കുന്നത്. കാരണം ഈ നിരീശ്വരവാദികൾ തന്നെ ഒരുപാട് വിഭാഗമുണ്ട്. അതിൽ ചില ആളുകൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവർ, അവര് പറയുന്നുണ്ട് ഭൂമി ഉണ്ടായത് ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ്, ബിഗ് ബാങ് തിയറിയാണ്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്.
സത്യത്തിൽ അത് അവരൊരു വിശ്വാസം, അവർ കണ്ടിട്ടാണത് അല്ല, അവര് നേരിട്ട് കാണാത്ത ഒരു വിശ്വാസമാണ് അവരെ വിശ്വസിക്കുന്നത്. ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ അദൃശ്യമായിട്ട് ഒരു വിശ്വാസത്തിന് മേലാണ് ജീവിക്കുന്നത്. അവനെല്ലാം കണ്ടിട്ട് തന്നെ വിശ്വസിച്ചോളന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഭൂമിയിൽ ജനിച്ചു, നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ഒപ്പം ഒരു സ്ത്രീ കാണുന്നു. ആളുകൾ പറഞ്ഞു അതാണ് എന്റെ ഉമ്മ, നമ്മളെ ഉമ്മ എന്ന് വിളിക്കുന്നത്. കുറച്ച് ആളുകൾ പറഞ്ഞു അത് നിന്റെ ഉപ്പ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ വിശ്വസിക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. അപ്പൊ എല്ലാ മനുഷ്യന്മാരും അദൃശ്യമായിട്ടില്ല, അല്ലെങ്കിൽ അവൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അവരെത്ര നിഷേധിച്ചാലും അല്ലാഹ് ഇല്ല, അല്ലെങ്കിൽ മലക്കുകളില്ല, ഇങ്ങനെ നിഷേധിക്കുന്ന ആളുകൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഗൈബിയായ നിലക്ക് വിശ്വസിക്കുന്നുണ്ടാകും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മുടെ റൂഹിനെ സംബന്ധിച്ച് നമുക്ക് റൂഹുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. നമുക്ക് ബുദ്ധിയുണ്ട്, ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്, ആ രീതിയിൽ നമുക്കറിയാം. പക്ഷെ ആ കഴിവ് എങ്ങനെയാണെന്ന് നമ്മൾ കാണുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ എന്നുള്ളത് ആലമുൽ ഗൈബിൽ അഥവാ അദൃശ്യമായ ലോകത്ത് ജീവിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളാണ്. ഗൈബിയായിട്ടുള്ള വിശ്വാസം എന്നതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അദൃശ്യമായ നിലയ്ക്ക് ഉള്ള വിശ്വാസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഹുദൽ ലിൽ മുത്തഖീൻ, ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് നേർമാർഗം നൽകുന്നതാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഒന്നാമത്തെ സിഫത്ത് പറഞ്ഞത് എന്താണ്? അവര് അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്ന. നിഷേധിക്കാൻ പറ്റില്ല. ഏതൊരു കാര്യത്തിനും ശാസ്ത്രത്തിന്റെ തെളിവ് പിടിച്ചു നടക്കുന്ന ആളുകൾ അവർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതവർ മനസ്സിലാക്കുമ്പോഴും അവരുടെ നിഷേധം കാരണം, അവരുടെ അഹംഭാവം കാരണം, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കാരണം അത് കണ്ടുപിടിക്കാനിരിക്കുന്നു എന്നുള്ള വാക്കിൽ അവർ അവസാനിപ്പിക്കും. എന്നാലും അവര് ഇതിനു പുറമെ ഒരു ശക്തിയുണ്ട്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കാര്യത്തിൽ ഇടപെടുന്ന ഒരാളുണ്ട് എന്ന് അവർ അംഗീകരിക്കാത്ത അവസ്ഥ. അവരുടെ കിബിറാണത്, അവരുടെ അഹങ്കാരം മാത്രമാണത്. അപ്പൊ നാം പറഞ്ഞത് ഗൈബിയായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളാണ് മലക്കുകൾ എന്നുള്ളത് നാം വിശ്വസിക്കണം, നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് തീയിന്റെ ആ നാളത്തിൽ നിന്നാണ്. തീ കഴിഞ്ഞു വരുന്ന ആ ഒരു നാളം അതിൽ നിന്നാണ്. വഖുലിഖ ആദമു മിമ്മാ ഉസിഫ ലക്കും, ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള അതിൽ നിന്നുമാണ്, അഥവാ തുറാബ്. ഖുർആനിലും ഒരുപാട് ഹദീസുകളിലും ആയത്തുകളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇനി മലക്കുകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യം, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ചതിൽ ആ മലക്കുകൾക്ക്, ഓരോ മലക്കുകൾക്ക് അല്ലെങ്കിൽ ഒരു സംഘം മലക്കുകൾക്ക് ഓരോ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മലക്കുകൾ ആ ജോലി ചെയ്യുന്നവരാണ്. മലക്കുകളെ സംബന്ധിച്ച് നാം വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓരോ മലക്കുകൾ ആ ജോലി ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള പണി എന്താണ്? പ്രവാചകന്മാരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹി എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെടികൾ മുളക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? മീകായിൽ അലൈഹിസ്സലാമിനെയാണ്. അതുപോലെ തന്നെ അന്ത്യനാളിൽ കാഹളത്തിൽ ഊതാൻ എല്ലാവരും ലോകം അവസാനിക്കുന്ന ആ ഊത്ത് അത് നടപ്പിലാക്കി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആരെയാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. അതുപോലെ തന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് റൂഹിനെ കൊണ്ടുവരാനും അവിടെ കാര്യങ്ങൾ രേഖപ്പെടുത്താനും ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മലക്കുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ അത് രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളുണ്ട്. അതുപോലെ തന്നെ ഹഫളത്തിന്റെ, മനുഷ്യനെ രാവും പകലുമായിട്ട് സംരക്ഷിക്കാൻ, ഇപ്പോ ആമന റസൂൽ, ആയത്തുൽ കുർസി പോലെയുള്ള സൂറത്തുകൾ രാത്രി പാരായണം ചെയ്യുന്നവർക്ക് സംരക്ഷണമായിട്ട് ഹഫളത്തിന്റെ മലക്കുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഞെരുക്കത്തിൽ മുഅ്മിനീങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് ഹഫളത്തിന്റെ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ ഈ മനുഷ്യന്മാരുടെ അടിമകളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉയർത്തുന്ന കൊണ്ടുപോകുന്ന മലക്കുകളുണ്ട്. അതുപോലെ ഒരുപാട് ജോലികൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ഉണ്ട്. ഇത് നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ലഭിക്കുന്ന കാര്യമാണ്. മലക്കുകളെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ബൽ ഇബാദും മുക്രമൂൻ,
മാന്യന്മാരായ ആദരണീയരായ അടിമകളാണവർ. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ. അവർ അള്ളാഹുവിലേക്ക് മുന്നിട്ടൊരു വാക്ക് പറയില്ല. അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ അതവർ നിർവഹിക്കും. അള്ളാഹു തആല പറഞ്ഞു യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരുടെ മുകളിലുള്ള റബ്ബിനെ ഭയപ്പെടുന്നവരാണ് അവർ. അവരോട് എന്താണോ കൽപ്പിക്കപ്പെടുന്നത് അതവർ പ്രവർത്തിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റു ചില മലക്കുകൾ, ഇപ്പൊ നമ്മൾ ഓരോ മലക്കുകൾ ജോലി പറഞ്ഞു, ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ജോലി കൽപ്പിക്കപ്പെട്ടുള്ള മലക്കുകളാണ് അർശിനെ ചുമക്കുന്നവർ. അള്ളാഹുവിന്റെ അർശിനെ, ഏറ്റവും വലിയ സൃഷ്ടിയായ അർശിനെ ചുമക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ 4 പേരാണ്. 4 മലക്കുകളാണ് അത് ചുമക്കുന്നത്. അന്ത്യനാളാകുമ്പോൾ അത് 8 ആളുകളാകും. അതുപോലെ തന്നെ അർശിന് ചുറ്റുമുള്ള മുഖർരിബീങ്ങളായ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ള അർശിന് ചുറ്റുമുള്ള വേറെ മലക്കുകളുണ്ട്, മുഖർരിബീങ്ങളായിട്ടുള്ള മലക്കുകളുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മലക്കുകളുണ്ട്, നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മലക്കുകളുണ്ട്. അതുപോലെ തന്നെ മറ്റു പല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരാത്ത രീതിയിൽ പല രീതിയിൽ മലക്കുകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മലക്കുകളുടെ രൂപം, എങ്ങനെയാണ് അവരുടെ രൂപം എന്നുള്ളത്, അവർ മനുഷ്യരെ പോലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്കോ ആണ് എന്ന് പ്രത്യേകമായിട്ട് അറിയിച്ചു തന്നിട്ടില്ല. പക്ഷെ അവരെ ചില വിശേഷണങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട്, അവർക്കുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു 100 കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മലക്കുകൾക്ക് മനുഷ്യരുടെ രൂപം സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കിലേക്ക് മലക്കുകൾ വന്നത്, വ്യത്യസ്ത രീതിയിൽ ആ മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. 2 തവണ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. ഒന്നാമത്തേത് ആദ്യമായി വഹ്യ് ലഭിച്ചതിന് ശേഷം, രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയുണ്ടായി. 600ഓളം ചിറകുകളുള്ള രൂപത്തിൽ, ഓരോ ചിറകും ചക്രവാളത്തോളം ആകാശത്ത് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. റസൂലുള്ളാഹി ബോധം നഷ്ടപ്പെടുമാറ് ഭൂമിയിൽ വീണുപോയി കണ്ടിട്ടുള്ള അവസ്ഥയിൽ എന്ന് കാണാം. മറ്റൊരു തവണ കണ്ടിട്ടുള്ളത് മിഅ്റാജ് യാത്രയിൽ, ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന യാത്രയിൽ സിദ്റത്തുൽ മുൻതഹ, അങ്ങേയറ്റത്തെ ഇലന്ത മരം എന്നതിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. സൂറത്തുൻ നജ്മിൽ അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ, ഒരു തവണ കൂടി ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. ഇൻദ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചിട്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഖുവ്വത്ത്, നമ്മൾ എന്ത് പറഞ്ഞു, അവർക്ക് ചിറകുകളുണ്ട് എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ആയത്തുകളിലും പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു സിഫത്താണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഖുവ്വത്ത്, അതിശക്തന്മാരാണ് മലായിക്കത്തുകൾ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തന്നെ ഖുവ്വത്തിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പറഞ്ഞു അല്ലമഹു ശദീദുൽ ഖുവാ, അതിശക്തനായ ആളാണ് ഈ ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ദൂ മിർറത്തിൻ, മിർറത്തി എന്ന് പറഞ്ഞാൽ ശക്തി, ഖുവ്വത്ത് എന്നാണ്. നല്ല ശക്തിയുള്ള മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറ്റിയിട്ടാണ് ഈ സിഫത്തുകൾ പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ സിഫത്തുകളിൽ ആ ശക്തി എത്രത്തോളം എന്ന് വെച്ചാൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ അവർ ചെയ്ത മ്ലേച്ഛമായ പ്രവർത്തനം കാരണം അവരുടെ ഭൂമിയോടുകൂടി അവരെ തലയിരിച്ചിട്ടത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ ഒരറ്റം കൊണ്ടാണ് എന്ന് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ ഒരറ്റം കൊണ്ടാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആ സമൂഹത്തെ ഭൂമിയോടുകൂടി മൊത്തമായിട്ട് തലതിരിച്ചിട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട തഫ്സീറുകൾ അത് വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ സമൂദ് ഗോത്രത്തെ ശക്തമായൊരു ശബ്ദം കൊണ്ട് വെറും നുരുമ്പിക്കളഞ്ഞ ചപ്പുചവറകളാക്കി മാറ്റിയത് അല്ലാഹു തആല പറഞ്ഞു ഇന്ന അർസൽനാ അലൈഹിം സൈഹതൻ വാഹിദ ഫകാനൂ കഹതീമിൽ മുഹ്തദിർ, അഥവാ നുരുമ്പി പോകുന്ന ഒരു ചപ്പുചവറ്, ആ രീതിയിൽ ഒരു ശക്തമായ ശബ്ദം കൊണ്ട് സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചു കളഞ്ഞു. ആ ശബ്ദം ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഉണ്ടായതാണ്, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ് അത് ചെയ്തത്, ആ ജോലി ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ അതിയായ ശക്തിയുള്ളവരും അതുപോലെ തന്നെ വളരെ വലിയ രൂപമുള്ളവരും ചിറകുകളുള്ളവരുമായിട്ടുള്ള, ആ ചിറകുകൾ കൊണ്ട് പറക്കുന്ന തരത്തിലുള്ള സൃഷ്ടികളാണ് മലക്കുകൾ.
നാം പറഞ്ഞല്ലോ ഗൈബിയായിട്ടുള്ള വിശ്വാസങ്ങളിൽ എന്താണ് അതിന്റെ അടിസ്ഥാനം? എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, എന്താണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്, സ്വഹാബാക്കൾ അത് എങ്ങനെയാണോ മനസ്സിലാക്കിയത്, ആ രീതിയിൽ തന്നെ നമ്മൾ വിശ്വസിക്കണം. അതല്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യാഖ്യാനിക്കാനോ ചിന്തിക്കാനോ നമുക്ക് സാധിക്കില്ല. കാരണം അത് ഗൈബിയായിട്ടുള്ള ലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ ആയത്തുകൾ അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മശ്രിഖിലേക്കോ മഗ്രിബിലേക്കോ തിരിക്കലല്ല, മുഖം തിരിക്കലല്ല. പുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്. അള്ളാഹുവിലും മലക്കുകളിലും അവന്റെ കിതാബുകളിലും പ്രവാചകന്മാരിലും വിശ്വാസമാണ് എന്നുള്ള ആയത്ത് പറഞ്ഞു. എന്താണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളും ആദ്യകാലത്ത് നമസ്കാരം നിർവഹിച്ചിരുന്നത് എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ്? ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞിട്ടാണ്. ആ സമയത്ത് യഹൂദന്മാർ പറഞ്ഞിരുന്ന കാര്യം, യഹൂദന്മാർ റസൂലുള്ളാഹിനെ അംഗീകരിക്കാതെ നിഷേധിക്കാൻ പറഞ്ഞിരുന്ന ഒരു കാരണം, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ അഥവാ ജൂതന്മാരുടെ കയ്യിലുള്ള കിതാബുകളിൽ വ്യക്തമായി പറയുന്ന കാര്യം, ഞങ്ങളിലേക്ക് അഥവാ അവസാനം വരുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ നമസ്കരിക്കുക അല്ലെങ്കിൽ ആ പ്രവാചകന്റെയും കൂട്ടരുടെയും ഖിബില ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർമ്മിച്ച കഅബയായിരിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഖിബിലയായ കഅബയായിരിക്കും ആ പ്രവാചകന്റെയും ഖിബില എന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു റസൂലല്ല നിങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നിഷേധിക്കുമായിരുന്നു. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? ഖിബില എങ്ങോട്ട് മാറ്റണം? നിങ്ങളുടെ ഖിബില കഅബയിലേക്ക് തിരിക്കണം. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രവാചകനും സ്വഹാബാക്കളും കഅബയിലേക്ക് ഖിബിലയെ തിരിഞ്ഞ് നമസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോഴും യഹൂദന്മാർ എന്തു ചെയ്തു? ജൂതന്മാർ ചില ഞൊണ്ടിയായങ്ങൾ പറഞ്ഞ് റസൂൽ നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. ആ എന്തിനാണ് തിരിച്ചത് എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, ലിഅല്ലാ യകൂന ലിന്നാസി അലൈക്കും ഹുജ്ജ. ഇനി ജനങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു തെളിവുണ്ടാവരുത്, റസൂലുള്ളാഹിനെ നിഷേധിക്കാൻ ഒരു തെളിവുണ്ടാവരുത്, അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അവര് അംഗീകരിച്ചില്ല റസൂൽ ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളത്. അതാണ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം എന്നുള്ളത്, കഅബയിലേക്ക് ഖിബില മാറ്റിയ ആ സംഭവം. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. എങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളതല്ല പുണ്യം, ആരുടെ കൽപ്പന കേട്ട് തിരിഞ്ഞു എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനക്കനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങോട്ട് തിരിയാൻ പറഞ്ഞു അങ്ങോട്ട് തിരിയുക, അത്രേ ഉള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞു എന്നുള്ളതിലല്ല പ്രത്യേകത. ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു അല്ലെങ്കിൽ കഅബയിലേക്ക് തിരിഞ്ഞു, അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചാൽ അതനുസരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഒരുപാട് മുനാഫിഖുകൾ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന അല്ലെങ്കിൽ ദീനിൽ സംശയം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. അവര് പറഞ്ഞത് ഒരു സ്ഥിരതയില്ല, ഒരു സമയത്ത് ഇങ്ങോട്ട് ഒരു സമയത്ത് അങ്ങോട്ട്, ഇത് ശരിയല്ല, ഇത് ദീന് ശരിയല്ല എന്നുള്ള നിലയ്ക്ക് സംശയം ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. പക്ഷേ ഇവിടെ അല്ലാഹു തആല പ്രത്യേകം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള വിശ്വാസം, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം, അല്ലാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് അംഗീകരിക്കാനുള്ള വിശ്വാസം, അല്ലാഹു എന്ത് കൽപ്പിക്കുന്നത് ചെയ്യാനുള്ള വിശ്വാസം, അതാണ് യഥാർത്ഥത്തിൽ പുണ്യം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, ഇങ്ങനെ ഓരോ ഈമാനിന്റെ അർക്കാനുകളെയും വിശ്വസിക്കലാണ്. അപ്പൊ ഈ ആയത്തിൽ എന്ത് വന്നു? മലായികത്തുകളെ പറ്റിയിട്ടുള്ള പരാമർശം വന്നു. രണ്ടാമത്തെ ആയത്ത് ഷെയ്ഖ് കൊടുത്തത് സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ആയത്താണ്. മരണസമയത്ത് മരിക്കുന്ന സമയത്ത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവൻ, കേവലം പറച്ചില് മാത്രമല്ല, ആ ثم استقاموا, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരെ ചൊവ്വേ നിലനിൽക്കണം. അതെന്താണ് നേരെ ചൊവ്വേ നിലനിൽക്കൽ? ഒരുത്തൻ എന്റെ റബ്ബ്, എന്നെ സൃഷ്ടിച്ചത്, എന്നെ നിയന്ത്രിക്കുന്നത്, എന്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നത്, എന്നെ അധികാരപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നേരെ ചൊവ്വേ നിലനിൽക്കുക പറഞ്ഞാൽ എന്താണ്? ആ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ. അവനൊരാവശ്യം വന്നാൽ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുകയുള്ളൂ. അവൻ സഹായം തേടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ പാടുകയുള്ളൂ.
അവൻ ഭരമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ പാടുകയുള്ളൂ. അതാണ് തുമ്മസ്തഖാമു, നേരെ ചൊവ്വേ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കലേക്ക് മലായിക്കത്തുകൾ ഇറങ്ങി വരും. മരണസമയത്ത്, മരിക്കുന്ന സമയത്ത്, റൂഹ് പോകുന്ന സമയത്ത് മലായിക്കത്തുകൾ വരും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, റൂഹ് പിടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മലക്കുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും. റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് റൂഹ് പിടിക്കുന്നതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ വേറെയും മലക്കുകൾ ആ സമയത്ത് ഉണ്ടാകും. ഒരാൾ മരിക്കുന്ന സമയത്ത് വേറെയും മലക്കുകൾ ഉണ്ടാവും. നമുക്ക് ഹദീസുകൾ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ആ മലക്കുകൾ ആരാണെന്ന് പറഞ്ഞാൽ, നല്ല വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള മലക്കുകൾ, അഥവാ സ്വർഗത്തിലേക്ക് ഇവനെ കൂട്ടിക്കൊണ്ടുപോകുന്ന, അവന്റെ റൂഹിനെ കൊണ്ടുപോകുന്ന മലക്കുകൾ. നരകാവകാശിയാണെങ്കിൽ നരകത്തിലേക്ക് റൂഹിനെ കൊണ്ടുപോകുന്ന മലക്കുകൾ. മലക്കുൽ മൗത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ റൂഹിനെ ശരീരത്തിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അവന്റെ പരലോകത്തെ അവസ്ഥ എന്താണോ, സ്വർഗാവകാശിയാണെങ്കിൽ ഈ നല്ല മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിക്കുക, നരകാവകാശിയാണെങ്കിൽ മറ്റുള്ള മലക്കുകളുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഇതാണ് മലക്കുൽ മൗത്തിന്റെ ജോലി എന്നുള്ളത്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ടുള്ള ഈ ജോലി വ്യക്തമായി ചെയ്യും. അപ്പോ ഈ നല്ലൊരു വ്യക്തി, എന്റെ റബ്ബ് അള്ളാഹു ആണെന്നും ഈമാനോടുകൂടി തൗഹീദോടുകൂടി ജീവിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്ന് ആ മരണപ്പെടുന്ന സമയത്ത് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു. ഏറ്റവും വലിയ സമാധാനത്തിന്റെ വാക്കാണത്. ദുനിയാവിൽ ഒരാൾക്കും നൽകാൻ കഴിയാത്ത സമയം. മരണത്തെ നമ്മൾ മുന്നിൽ കാണുമ്പോൾ നാം കേട്ടിരുന്ന യാഥാർത്ഥ്യങ്ങൾ, ദുനിയാവിലെ നമ്മുടെ ഭാര്യമാരില്ല, സന്താനങ്ങളില്ല, സ്വത്തില്ല, വീടില്ല, സമ്പത്തില്ല, ഒന്നും തന്നെ ഇല്ല. ഇതെല്ലാം വിട്ടേച്ചു പോകുന്ന സമയത്ത് ഒരു ആശ്വാസത്തിന്റെ വാക്ക് കൊതിക്കുന്ന സമയമാണത്. ആരാണ് എന്നൊന്ന് സമാധാനിപ്പിക്കാൻ ഉണ്ടാവുക എന്ന് കൊതിക്കുന്ന സമയമാണത്. ആ സമയത്ത് നല്ല വ്യക്തിയാണെങ്കിൽ, ഈ പറഞ്ഞ സിഫത്തുകളുള്ള ആളാണെങ്കിൽ, മലായിക്കത്തുകൾ അവനോട് പറയുന്ന വാക്ക് അല്ലാ തഖാഫു വലാ തഹ്സനു, നീ ഭയപ്പെടണ്ട, നിനക്ക് വരാൻ പോകുന്ന കാര്യം എന്താണെന്നതിനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട. വലാ തഹ്സനു, നീ ഇവിടെ വിട്ടേച്ചു പോകുന്ന നിന്റെ വീട്ടുകാരെ കുറിച്ചോ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ചോ നീ ദുഃഖിക്കുകയും വേണ്ട. വഅബ്ശിറൂ, നീ സന്തോഷിച്ചുകൊള്ളുക, നീ സന്തോഷിച്ചുകൊള്ളുക. ബിൽ ജന്നത്തി ലതി കുൻതും തുഅദൂൻ, നിന്നോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള, നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം, അതിനെക്കുറിച്ച് നീ സന്തോഷിച്ചുകൊള്ളുക. സുബ്ഹാനല്ലാഹ്, അതിലും വലിയ സമാധാനത്തിന്റെ വാക്ക് നമുക്ക് ലഭിക്കില്ല. അതിലും വലിയൊരു സമാധാനത്തിന്റെ വാക്ക് ലഭിക്കില്ല. കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാകുന്ന, ഞെരുക്കത്തിലാകുന്ന അവസ്ഥയാണത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത്, റഹായിൽ, തന്റെ സൗഖ്യത്തിൽ ആരാണോ അള്ളാഹുവിനെ ഓർക്കുന്നത്, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിദ്ദത്തിൽ ഓർക്കും. അവൻ എന്തെങ്കിലും ശിദ്ദത്തിലാകുമ്പോൾ അള്ളാഹു അവനെ ഓർക്കും. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിദ്ദത്ത് അവന്റെ മരണസമയത്തായിരിക്കും. ആ സമയത്ത് അള്ളാഹു ഓർക്കണമെങ്കിൽ നല്ല സമയത്ത് അവൻ അള്ളാഹുവിനെ ഓർക്കുന്നവനായിരിക്കണം. ആ സമയത്ത് മലക്കുകൾ വന്ന് പറയും, എന്നിട്ട് പറയും, നഹ്നു ഔലിയാഉകും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടാളികളായിരുന്നു, സഹായികളായിരുന്നു, ഫിൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറ, ദുനിയാവിലും പരലോകത്തിലും ഞങ്ങളാണ്. കാരണം മലക്കുകൾ നമ്മുടെ അടുക്കൽ, ഓരോ മനുഷ്യന്റെ അടുക്കലും ഒരു മലക്കും ഒരു ജിന്നും ഉണ്ടാവും കരീനായിട്ട്. ആ മലക്ക് നന്മക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, ഖൽബിന്റെ വലതുഭാഗത്തായിട്ട് മലക്കും ഖൽബിന്റെ ഇടതുഭാഗത്തായിട്ട് പിശാചും ഉണ്ടാകും. അവർ രണ്ടുപേരും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഉദാഹരണത്തിന് നാം ചിന്തിച്ചാൽ മതി, നാം ഒറ്റക്കാകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു തിന്മ ചെയ്യാനുള്ള അവസരം ഒരുങ്ങി നിൽക്കുക എന്ന് വിചാരിക്കാം. നമ്മുടെ മനസ്സിൽ മലക്കും പറയും, പിശാചും പറയും. മലക്ക് പറയും, നീ ഇത് ചെയ്യണ്ട, ഇത് തിന്മയാണ്, ഇതുകൊണ്ടുള്ള അപകടം ഇന്ന കാര്യങ്ങളാണ്, അള്ളാഹുവിന്റെ വെറുപ്പ് നീ സമ്പാദിക്കേണ്ടി വരും, നീ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ മലക്ക് നല്ല കാര്യങ്ങൾ ഉപദേശിക്കും. അതേ സമയത്ത് പിശാച് പറയും, അത് കുഴപ്പമില്ല, ആ തിന്മയുടെ ആസ്വാദനം നിനക്ക് ഓർമ്മയില്ല, നീ മുമ്പ് ചെയ്തത്, അതുകൊണ്ട് ആ തിന്മ നീ ഒന്നുകൂടി ചെയ്തോ, അള്ളാഹു തആല പാവം പുറത്തു തരും, നീ ചെയ്തിട്ട് രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ മതി, അള്ളാഹ് നിനക്ക് പുറത്തു തന്നോളും. പിശാചും പ്രേരിപ്പിക്കും. എന്താണോ അവന്റെ ഖൽബിന് എത്രത്തോളമാണോ ഇൽമുള്ളത്, അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സുന്നത്തുകളെ സംബന്ധിച്ചും ദീനിനെ സംബന്ധിച്ചും ഇൽമുള്ളത്, അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ ഏതിലേക്കാണോ ചെരിയുന്നത് അതിനനുസരിച്ചിട്ട് അവൻ നന്മയിലേക്കോ തിന്മയിലേക്കോ പോകും. ഇതാണ് ഓരോ സമയത്തും നടക്കുന്നത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദാഉ വദ്ദവാഇൽ പറയുന്നത് കാണാം. അതുപോലെ തന്നെ
തിന്മകൾ ചെയ്യുമ്പോ മലക്കുകൾ ഇവനിൽ നിന്ന് അകന്നു പോകും. ഒരുത്തൻ അവന്റെ രഹസ്യത്തിലാവട്ടെ ആരും കാണാത്ത സമയത്ത് തിന്മ ചെയ്യുകയാണെങ്കിൽ അവന്റെ അടുത്ത് മലക്കുകളുണ്ട്. അവന്റെ അടുത്ത് ഈ ഒരു മലക്കുണ്ട്, നന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുണ്ട്, അല്ലാതെ സംരക്ഷണത്തിലുള്ള മലക്കുകളുണ്ട്. ഈ മലക്കുകൾ തിന്മ ചെയ്യുന്നവന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകും. അവൻ തിന്മ ചെയ്യുന്നതോടും ഇവനോടുള്ള അറപ്പ് കാരണത്താൽ ദൂരെ പോകുന്ന, അവരോട് യാതൊരു രീതിയിലുള്ള ഒരു നസീഹത്തില്ലാത്ത രീതിയിൽ അവനിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നും ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഇവിടെ നല്ല രീതിയിൽ ജീവിച്ച ആൾക്ക് പറയുന്നത് നഹ്നു ഔലിയാഉക്കും, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്, ദുനിയാവിലും പരലോകത്തിലും ഞങ്ങൾ ഉണ്ടാകും. എന്നിട്ട് അവർ പറയുന്ന വാക്കാണ് വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ നഫ്സ് കൊതിക്കുന്ന ഇച്ഛിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്. സ്വർഗാവകാശികളോട് പറയാം, എന്തൊരു സമാധാനമായിരിക്കും. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളതാണത്. ഇവിടെ നാം പറയുന്നത് മലക്കുകൾ മരണസമയത്ത് സത്യവിശ്വാസിയായ ഒരാളുടെ അടുത്ത് വരുന്നതാണ്. അതേസമയം കാഫിറായിരുന്ന തെമ്മാടിയായിരുന്ന ആളുകളുടെ അടുക്കിലേക്ക് മലക്കുകൾ വരും. അവരെ പറ്റിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെയും പറഞ്ഞു തന്നു. അല്ലാഹു തആല പറഞ്ഞു വലൗ തറാ ഇദ് യതവഫൽ ലദീന കഫറൂ الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق, നീ എങ്ങാനും കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ കുഫാറുകളുടെ റൂഹ് പിടിക്കുന്നത് അവരുടെ മുഖത്തും അവരുടെ മുതുകിലുമായി അടിച്ചുകൊണ്ട് അവരോട് പറയും, വേദനയേറിയ ശിക്ഷ നീ ആസ്വദിച്ചുകൊള്ളൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ റൂഹ് പിടിക്കുക. വലൗ തറ, നീ കണ്ടിരുന്നെങ്കിൽ ഇത് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, ദുൽമ ചെയ്തവർ മരണത്തിന്റെ ആ സമയത്ത് നീ കണ്ടിരുന്നെങ്കിൽ വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ അവയിലേക്ക് നീട്ടുന്ന അവസ്ഥ, നീട്ടി വരുന്ന അവസ്ഥ. അഖ്രിജു അൻഫുസകും, അവന്റെ റൂഹിനെ പിടിക്കാനായിട്ട്, അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. അൽ യൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം നിനക്ക് പ്രതിഫലമായിട്ട് നിന്ദ്യമായിട്ടുള്ള ശിക്ഷയാണുള്ളത് എന്ന് ആ മലക്കുകൾ പറയുന്ന അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, ഇതൊക്കെ നിഷേധിച്ച് ഒരാൾ ജീവിച്ചാലും, മലക്കില്ല അള്ളല്ല, ഇതൊക്കെ നിഷേധിച്ച് ജീവിച്ചാലും ഉറപ്പായിട്ടും അവൻ കാണുന്ന ഒരു സമയം ഉണ്ടാവും. ഈ പറഞ്ഞതെല്ലാം സത്യമായിരുന്നല്ലോ എന്ന നിലക്ക് കാണുന്ന ഒരവസ്ഥ അവന്റെ ജീവിതത്തിൽ വരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ റൂഹ് പിടിക്കുന്നതും അതുപോലെ തന്നെ സ്വർഗാവകാശികൾക്ക് കൊണ്ടുപോകുന്ന മലക്കും നരകാവകാശികൾക്ക് റൂഹിനെ കൊണ്ടുപോകുന്ന മലക്കും ഉണ്ട് എന്നുള്ളത് ഈ ഖുർആനിൽ നിന്ന് തെളിയിക്കുകയാണ്. അതിനാണ് ശൈഖ് ഈ ആയത്തുകൾ കൊടുത്തിട്ടുള്ളത്. അടുത്ത ആയത്ത് സൂറത്തുൻ നിസായിലെ 172-ാമത്തെ ആയത്താണ് നാം പറഞ്ഞത്. ലൻ യസ്തൻകിഫൽ മസീഹു അൻ യകൂന അബ്ദൻ ലില്ലാഹ് വലൽ മലായികത്തുൽ മുഖറബൂൻ. മസീഹ് എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമോ അതുപോലെ തന്നെ മുഖർരിബീങ്ങളായിട്ടുള്ള മലക്കുകളോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാകുന്നതിൽ യാതൊരു വൈമനസ്യവും അവർക്കില്ല. ഇത് നസാറാക്കൾക്കുള്ള റദ്ദിന്റെ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമുക്കറിയാം നസാറാക്കൾ വിശ്വാസം എന്താണ്? ഒന്നെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹു ആണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സന്താനമാണ്, അല്ലെങ്കിൽ മൂന്നിൽ ഒന്നാണ്, ത്രിയേകത്വം എന്ന് പറയുന്ന വിശ്വാസം. ഇത് എന്ത് തന്നെയാണെങ്കിലും ഈസാ നബി അലൈഹി ഇസ്ലാം എന്ത് പറഞ്ഞിട്ടില്ല? ഞാൻ അള്ളാഹു ആണെന്നോ ഞാൻ അള്ളാഹുവിന്റെ മകനാണോ എന്നോ പറഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാം ആദ്യം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞ വാക്കെന്നെ ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നുള്ളതാണ്. ഈസാ നബി അലൈഹി സ്വലാം മറ്റുള്ളവരെ ക്ഷണിച്ചതും എന്താണ്? ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം, എന്റെയും നിങ്ങളുടെയും റബ്ബ് അള്ളാഹു ആണ്, നിങ്ങൾ അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, ഇതാണ് സിറാത്തുൽ മുസ്തഖീം എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ എന്താണ്? ഇന്നമാ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഫഖൂലു, നിങ്ങൾ പറയേണ്ടത് അബ്ദുല്ലാഹി വ റസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്നാണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനാവട്ടെ മലക്കുകളെ ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. നാളെ പരലോകത്ത് മലക്കുകളെ ആരാധിച്ചിരുന്ന ആളുകൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് മലക്കുകളോട് ചോദിക്കും, നിങ്ങളെയാണോ അവരെ ആരാധിച്ചിരുന്നത്? നിങ്ങളെയാണോ അവരെ ഇലാഹാക്കി എടുത്തിരുന്നത്? ആ സമയത്ത് മലക്കുകൾ അല്ല, ഇവര് പിശാചുക്കളെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത്. പിശാചുക്കൾ മലക്കുകളാണെന്നുള്ള നിലക്ക് അവരെ തെറ്റിദ്ധരിപ്പിച്ച്
ഉണ്ടാക്കിയതാണ്. ഇവിടെ അള്ളാഹുവിനുള്ള ഹക്കാണ് ഇബാദത്ത്. പ്രവാചകനോടുള്ള ഹക്ക് ഇത്തിബാവും ഇത്താഅത്തുമാണ്, പിൻപറ്റലും അനുസരണവുമാണ്. ഇബാദത്തിന്റെ ഒരു അംശവും പ്രവാചകന്മാർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മലക്കുകൾക്കും പാടില്ല. മുഖർരിബീങ്ങളായ മലക്കുകളാണെങ്കിൽ പോലും അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. അവർക്ക് യാതൊരു കിബറുമില്ല ആ വിഷയത്തിൽ. അടുത്ത ആയത്ത് സൂറത്തുൽ അംബിയായിലെ ആയത്തുകളാണ് പറഞ്ഞത്. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിന്റേതാണ് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം. വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അള്ളാഹുവിന്റെ അടുക്കലുള്ള മലായിക്കത്തുകൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ യാതൊരു അഹങ്കാരവും കാണിക്കുന്നില്ല. വലാ യസ്തഹ്സിറൂൻ, അവർക്ക് മടുക്കുകയുമില്ല. യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാറ ലാ യഫ്തുറൂൻ, രാവും പകലുമായി അള്ളാഹുവിനെ അവർ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുക, അവരതിൽ ക്ഷീണിക്കുകയുമില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശഭൂമികളിലുള്ളത് എല്ലാം എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് മലക്കുകൾ. അള്ളാഹു തആല പറഞ്ഞില്ലേ, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ ആതി അർ-റഹ്മാനി അബ്ദാ, ആകാശഭൂമികളിലുള്ളത് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ അബ്ദായിക്കൊണ്ടാണ് വരുന്നത്, അള്ളാഹുവിന്റെ അടിമകളായിക്കൊണ്ടാണ് വരുന്നത്. ഇവിടെ മലക്കുകൾക്ക് യാതൊരു കിബറുമില്ല. എന്താണ് അള്ളാഹു കൽപ്പിച്ചത് അത് അതുപോലെ അംഗീകരിക്കും. അതല്ലാതെ ധിക്കരിക്കുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം നരകമാണ്. അള്ളാഹു തആല പറഞ്ഞു, വമൻ യഖുൽ മിൻഹും ഇന്നി ഇലാഹും മിൻ ദൂനിഹി ഫദാലിക നജ്സിഹി ജഹന്നം കദാലിക നജ്സി ളാലിമീൻ. ഏതെങ്കിലും ഒരു മലക്ക് അല്ലാതെ ഞാനാണ് ഇലാഹു എന്ന രീതിയിലൊരു വാദം ഉന്നയിച്ചാൽ അവന്റെ സ്ഥാനം പിന്നെ നരകത്തിലായിരിക്കും. ദുൽമു ചെയ്യുന്നവർക്കുള്ള നരകം, പിന്നെ ദുൽമു ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം നരകമാണ്. അഥവാ മലായിക്കത്തുകൾ ഉലൂഹിയത്ത് വാദിക്കുന്നില്ല, അവര് ഇലാഹാണെന്നും ആ രീതിയിൽ ഒന്നും വാദിക്കുന്നില്ല. അടുത്ത ആയത്ത് സൂറത്ത് ഫാത്തിറിലെ 1-ാമത്തെ ആയത്താണ് ഷെയ്ഖ് കൊടുത്തത്. ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ റുസുലുകളാക്കി. ചിലർ 2 ചിറകുള്ളവരുണ്ട്, 3 ചിറകുള്ളവരുണ്ട്, 4 ചിറകുള്ളവരുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് മലക്കുകൾക്ക് ചിറകുകളുണ്ട് എന്നുള്ളതാണ്. മലക്കുകൾക്ക് ചിറകുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാഹു തആല പിന്നെ റുസുലുകളായിട്ട് അവരെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്ന സമയത്ത് 600ഓളം ചിറകുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ചില മലക്കുകൾക്ക് മസ്ന 2 ചിറകുകളുള്ളവരുണ്ട്, സുലാസ 3 എണ്ണം ഉള്ളവരുണ്ട്, റുബാഅ 4 എണ്ണം ഉള്ളവരുണ്ട്. അങ്ങനെ പല രീതിയിൽ. അപ്പൊ എത്ര രീതിയിൽ എത്ര എണ്ണമുണ്ട് അല്ലാഹു അഅലം. പക്ഷേ ചിറകുകൾ ഉള്ളതായിട്ടുള്ള സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ആയത്ത് ഷെയ്ഖ് കൊടുത്തത് സൂറത്തു ഗാഫിറിലെ 7-ാമത്തെ ആയത്താണ്. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا. الذين يحملون العرش, അർശിനെ വഹിക്കുന്നവർ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മലക്കുകളാണ് അർശിനെ വഹിക്കുന്നത്. അന്ത്യനാളാകുമ്പോൾ അതിന്റെ എണ്ണം ഇരട്ടിക്കും, 8 ആകും. അല്ലാഹു തആല സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞതുപോലെ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ 8. അന്നേ ദിവസം അർശിനെ ചുമക്കുന്നവർ 8 കൂട്ടം മലക്കുകളായിരിക്കും. അല്ലാത്ത ഗതിയിൽ 4 ആണ് എന്ന് മറ്റ് ഹദീസുകളിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വമൻ ഹൗലഹു, അർശിന്റെ ചുറ്റുമായിട്ട് എടുത്തുള്ള മലക്കുകളുണ്ട്. അഥവാ മുഖർരിബീങ്ങളായിട്ട് അള്ളാഹുവിലേക്ക് അടുത്തിട്ടുള്ള മലക്കുകൾ. അവരെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണ്? യുസബ്ബിഹൂന ബിഹംദിഹി, അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യും. മലക്കുകൾക്ക് അള്ളാഹു തആല അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ, മലക്കുകൾക്ക് മാത്രമല്ല ആകാശഭൂമികളിലെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യാനുള്ള വാക്ക് എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മലക്കുകളും ചെടികളും കല്ലുകളും അതുപോലെ എല്ലാ ജന്തുജീവജാലങ്ങളും അവർ ചെല്ലുന്ന തസ്ബീഹ് ദിക്ർ എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. വളരെ വിശാലമായ ആശയമുള്ള ഒരു കലിമത്താണത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മുഴുവൻ ആശയം ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധിയും സ്തുതിയും വാഴ്ത്തുന്ന ഒരു ദിക്റാണത്. അതാണ് മലക്കുകളുടെ തസ്ബീഹും തഹ്മീദും ഈ കലിമത്തുകളാണെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ എന്താണ്? മലക്കുകൾ അർശിനെ വഹിക്കുന്നവരുണ്ട്, അവരുടെ ചുറ്റുമുള്ളവരുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? വയുമിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. ഈമാനുള്ളവർക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ തേടും. യഥാർത്ഥ ഈമാനുള്ള ആളുകൾക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ തേടുന്നവരായിരിക്കും. ഈ ആയത്തുകളാണ് പിന്നെ ഈ മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ബാബിന്റെ തുടക്കത്തിൽ ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മലക്കുകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായ
ഒരുപാട് വിശേഷണങ്ങളും വിശ്വാസങ്ങളും ഈ ആയത്തുകളിലൂടെ പരാമർശിക്കപ്പെട്ടപ്പോൾ നാം ഇപ്പോൾ പറഞ്ഞു. എന്നിട്ട് ശൈഖ് ഈ ബാബിലെ ഹദീസുകളിലേക്ക് കിടക്കുകയാണ്. അതിലൊന്നാമത്തെ ഹദീസ് അഥവാ ഈ കിതാബിലെ 52-ാമത്തെ ഹദീസ് وعن عائشة رضي الله عنها قالت ആയിഷ റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു خلقت الملائكة من نور وخلق الجان من مارج من نار وخلق آدم مما وصف لكم رواه مسلم خلقت الملائكة من نور മലക്കുകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ് وخلق الجان من مارج من نار ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് തീയിന്റെ ആ നാളത്തിൽ നിന്നാണ് وخلق آدم مما وصف لكم ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുള്ള നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള അതുകൊണ്ടുമാണ്. ഉദ്ദേശം തുറാബ്. അല്ലാഹു തആല പറഞ്ഞു പിന്നെ ഇബ്ലീസിന്റെ വാക്കാണ് ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. പിന്നെ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാനാണ് അവനേക്കാൾ ഉത്തമൻ, എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചത് തീൻ കളിമണ്ണിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹുവിന്റെ 3 പ്രധാനപ്പെട്ട സൃഷ്ടികളുടെ സൃഷ്ടിപ്പ് അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്ന് മലക്കുകൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണ്. പ്രകാശം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് ജിന്ന് വർഗത്തെ തീയിന്റെ ആ നാളം കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മൂന്നാമത്തേത് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണിൽ നിന്നുമാണ്, കളിമണ്ണിൽ നിന്നാണ്. അത്തീൻ എന്ന് പറയുന്ന ആ ഒരു മണ്ണ് അതിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാം. ഇത് പിശാച് പിന്നെ ഇബ്ലീസ് ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്ന കാര്യം എന്നെ തീയിൽ നിന്നും അവനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാനാണ് ഉത്തമൻ എന്നാണ്. ഉലമാക്കളെല്ലാം പറയാറുണ്ട് ആദ്യത്തെ ഖിയാസാണത്. ഖിയാസ് എന്ന് പറഞ്ഞാൽ മുൻപുള്ള ഒരു കാര്യത്തെ വെച്ചിട്ട് ഒരു തെളിവെടുക്കുന്ന കാര്യത്തിനാണ് ദീനിന്റെ ഒരു ഖിയാസ് എന്ന് പറയുക. ഒരു കാര്യം വന്നു, നമുക്കിന്നൊരു മസ്അല വന്നു, അപ്പൊ മുൻപ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതിൽ നിന്ന് സാമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു തെളിവെടുക്കുന്നതിന്. ഇത് ഖിയാസും ഫാസിദ്, പിഴച്ച ഖിയാസ്. ഒന്നാമത്തെ ഖിയാസ് ആയിരുന്നു, അതും പിഴച്ച് തെറ്റിപ്പോയതാണ് ഇബ്ലീസിന്റെ എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. കാരണം ഇബ്ലീസ് പറഞ്ഞാൽ തീയാണ് നല്ലതെന്നാ, പക്ഷെ തീയല്ല ഉത്തമമായിട്ടുള്ളത്, തീയിനേക്കാൾ ഉത്തമം മണ്ണാണ്. മണ്ണാണ് ചെടികളെ നൽകുന്നത്, ഒരുപാട് ഫലഭൂയിഷ്ടമായ കാര്യങ്ങൾ നൽകുന്നത്, അതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. തീ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റു നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഖിയാസ് ഫാസിദായ ഖിയാസാണെന്ന് ഉലമാക്കൾ പറയാറുണ്ട്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് ഈ 3 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റു ചില കാര്യങ്ങൾ പിന്നെ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, പിന്നെ മറ്റു ചില കാര്യങ്ങൾ. ഇനി അടുത്ത ഹദീസ് 53-ാമത്തെ ഹദീസ്, ഈ ബാബിലെ 2-ാമത്തെ ഹദീസ്. وثبت في بعض احاديث المعراج ചില മിഅ്റാജിന്റെ ഹദീസുകൾ, ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം നമുക്ക് കാണാം. അതിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഒരു കാര്യം, ഇത് മുസ്ലിമിലെ ഒരു സംഭവമാണ് ഉദ്ധരിക്കുന്നത്. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റുഫിഅ ലഹു അൽ ബൈത്തുൽ മഅ്മൂർ അല്ലദീ ഹുവ ഫിസ് സമാഇ സാബിഅ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തപ്പെട്ടു എങ്ങോട്ട്? ബൈത്തുൽ മഅ്മൂർ, 7-ാമത്തെ ആകാശത്തിലുള്ള ബൈത്തുൽ മഅ്മൂറിലേക്ക്. വഖീല ഫിസ് സാദിസ, ചിലർ പറയപ്പെടുന്നത് 6-ാമത്തെ ആകാശത്തിലാണെന്നും ചില ഹദീസുകൾ കാണാം. ബിമൻസിലത്തിൽ കഅബതി ഫിൽ അർദ്, അതിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കഅബയുടെ സ്ഥാനം എവിടെയാണോ അതുപോലെയാണ് ആകാശത്ത് എന്തിന്റെ സ്ഥാനം? ബൈത്തുൽ മഅ്മൂറിന്റെ സ്ഥാനം എന്ന് വേണം. വഹുവ ബിഹിയാൽ കഅബ, കഅബയുടെ സ്ഥാനത്താണ് അത് നിൽക്കുന്നത്. ഏത്? ബൈത്തുൽ മഅ്മൂർ. ഹുർമതുഹു ഫിസ് സമാഇ കഹുർമതിൽ കഅബതി ഫിൽ അർദ്, അതിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് ബൈത്തുൽ മഅ്മൂറിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ കഅബ എങ്ങനെയാണോ, കഅബയ്ക്ക് എത്ര ഹുർമത്തുണ്ടോ, പിന്നെ പരിശുദ്ധി എന്നല്ല, ഹുർമത്ത് പറഞ്ഞാൽ അതിന്റെ ഒരു മഹത്വം, ആ പിന്നെ എത്രയുണ്ടോ അതുപോലെയാണ്. വൈദാ ഹുവ യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ ثم لا يعودون إليه آخر ما عليهم. ആ ഓരോ ദിവസവും അതിലേക്ക് ബൈത്തുൽ മഅ്മൂറിലേക്ക് 70,000-ഓളം പിന്നെ പ്രവേശിക്കുന്നുണ്ട്. അഥവാ അതിന്റെ ത്വാഫും ഇബാദത്തുകളുമായിട്ട്. ലാ യഊദൂന ഇലൈഹി ആഖിറു മാ അലൈഹിം, അതിൽ അവസാനത്തെ ആൾ പോലും, അതിൽ ഒരാൾ പോലും പിന്നീട് അങ്ങോട്ടേക്ക് പിന്നെ മടങ്ങില്ല. ഒരു ദിവസം 70,000 മലക്കുകൾ വന്നിട്ട് അവിടെ ഇബാദത്ത് ചെയ്തു പോകുന്നുണ്ട്. ഇത് നമ്മൾ ഒരുപാട് കേട്ട് പരിചയമായിട്ടുള്ള ഹദീസാണ്. ഭൂമിയിലെ കഅബ പോലെ മലക്കുകൾക്ക് തവാഫ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു ഇബാദത്തുകൾ നിർവഹിക്കാനും ആകാശലോകത്ത് ഒരു ഭവനമുണ്ട്, അൽ ബൈത്തുൽ മഅ്മൂർ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന് പോയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവിടെ ചാരിയിരിക്കുന്ന അവസ്ഥയിൽ കണ്ടതായിട്ടും എല്ലാം നമുക്ക് റിപ്പോർട്ടുകൾ കാണാം. അപ്പൊ അവിടുത്തെ ഒരു സിഫത്താണ് 70,000-ഓളം മലക്കുകൾ അവിടെ ഓരോ ദിവസവും പോകുന്നുണ്ട്. ആ മലക്കുകൾ അവിടുന്ന് മടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ പോന്നാൽ പിന്നീട് അവരങ്ങോട്ടേക്ക് ചെല്ലില്ല. അപ്പൊ അത്രത്തോളം ഓരോ ദിവസവും അത്രത്തോളം മലക്കുകൾ അവിടെ വരുന്നുണ്ട്. ഈ ഹദീസിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, മലായിക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. രണ്ട്, മലായിക്കത്തുകളുടെ എണ്ണത്തിലുള്ള വർധനവ് എത്രത്തോളം അധികമുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണെന്ന് മനസ്സിലാക്കാം. ഈ ബാബിലെ അടുത്തൊരു ഹദീസ് കൂടി വായിക്കുകയാണ്. 54-ാമത്തെ ഹദീസ് കിതാബിലെ വൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ما في السماء موضع قدم إلا عليه ملك ساجد أو ملك قائم فذلك قول الله تعالى وإنا لنحن الصافون وإنا لنحن المسبحون سورة الصافات الآية. رواه محمد بن ناصر وابن أبي هاتم وابن جرير وأبي الشيخ. ഇത് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മാ ഫിസ് സമായി മൗളിഉ ഖദമിൻ ഇല്ലാ അലൈഹി മലകുൻ സാജിദുൻ ഔ മലകുൻ ഖായിമുൻ. ആകാശത്തിൽ ഇല്ല ഒരു കാലടി വെക്കാനുള്ള സ്ഥലം. ചില റിവായത്തുകൾ കൈവെക്കാനുള്ളത് കാണാം, വേറെ ചില റിവായത്തുകൾ ഒരു സ്ഥലമില്ല ഇല്ലാ അലൈഹി അവിടെ ഇല്ലാതെ, മലകുൻ സാജിദുൻ ഒരു മലക്ക് സുജൂദ് ചെയ്തുകൊണ്ടല്ലാതെ, ഔ മലകുൻ ഖായിമുൻ അല്ലെങ്കിൽ ഒരു മലക്ക് നിൽക്കുന്നതായിട്ടല്ലാതെ. ഫദാലിക ഖൗലുല്ലാഹി തആല അതാണ് അല്ലാഹുവിന്റെ ഈ വചനം കൊണ്ടുള്ള അർത്ഥം. സൂറത്ത് സ്വാഫാത്തിലെ 165 166 ആയത്ത് വ ഇന്നാ ലനഹ്നു സ്വാഫൂൻ ഞങ്ങളാണ് സ്വഫുകളായിട്ട് നിൽക്കുന്നവർ, വ ഇന്നാ ലനഹ്നുൽ മുസബ്ബിഹൂൻ ഞങ്ങളാണ് തസ്ബീഹ് ചെയ്യുന്നവർ എന്ന ഈ ആയത്തുകളുടെ ഉദ്ദേശം അതാണ്. അപ്പൊ ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ മലക്കുകളുടെ ആധിക്യവും മലക്കുകൾ ഇബാദത്തിൽ മുഴുകിയിരിക്കുന്നതാണ്. അവിടെ മലക്കുകൾ നമ്മൾ ആകാശലോകത്ത് സുജൂദുകളിലാണ്, അല്ലെങ്കിൽ നിന്ന് നമസ്കരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ റുക്കൂ ചെയ്യുന്ന അവസ്ഥയിലാണ്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന അവസ്ഥയിലാണ്. അത്രത്തോളം മലായിക്കത്തുകൾ ആകാശലോകത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാല് അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും. ഈമാനുള്ളവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്ന ഈ കാര്യങ്ങളെ ഒരു സംശയമില്ലാതെ ഐനുൽ യഖീനായിട്ട് ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ വിശ്വസിക്കുന്ന അടിമകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലുണ്ടാക്കുന്ന വിശ്വാസത്തിന്റെ ദൃഢതയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മഹത്വവും വളരെ വലുതാണ്. അത്രത്തോളം മലക്കുകൾ ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ സുജൂദ് ചെയ്യുന്നത്. ഈ ദുനിയാവിലെ നിസ്സാരമായ ഈ മനുഷ്യരെന്നുള്ളത് അവർ അള്ളാഹുവിനെ എത്ര ധിക്കരിച്ചാലും നിഷേധിച്ചാലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ അവിടെ കോടിക്കണക്കിന് മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ എണ്ണം, മലക്കുകളുടെ ആധിക്യം, അവർ ഇബാദത്ത് ചെയ്യുന്ന രീതി, അവർ സ്വഫടിപ്പിച്ച് നിൽക്കുമെന്നുള്ളത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് സ്വഹാബാക്കളോട്, അലാ തസുഫൂന കമാ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹാ നിങ്ങൾ സ്വഫ് യോജിപ്പിക്കുന്നില്ലേ? മലക്കുകൾ പിന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ റബ്ബായ അള്ളാഹുവിന്റെ അടുക്കൽ സ്വഫ് യോജിപ്പിക്കുന്നവർ നിങ്ങൾ യോജിപ്പിക്കുന്നില്ലേ? അപ്പോഴാണ് പിന്നെ സ്വഹാബാക്കൾ ചോദിച്ചു, വകൈഫ തസുഫുൽ മലായിക എങ്ങനെയാണ് മലായിക്കുകൾ പിന്നെ സ്വഫ് യോജിപ്പിച്ച് നിൽക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതിമ്മൂന അസ്സഫൽ അവ്വൽ വയതറാസൂന ഫിസ്സഫ് മലക്കുകളുടെ സ്വഫ് ഒരുമിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്വഫ് അവർ പൂർത്തിയാക്കും. അതുപോലെ തന്നെ സ്വഫുകൾ പരസ്പരം ചുമല് ചേർത്ത് നിൽക്കുന്ന അവസ്ഥ, സ്വഫ് അടുപ്പിച്ച് നിൽക്കണം എന്നുള്ളത്, തിക്കിത്തിരക്കി നിൽക്കണം എന്നല്ല അതിന്റെ അർത്ഥം. സ്വഫ് അതിന് ആവശ്യമായ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് യോജിപ്പിച്ച് നിന്ന് കാലും ചുമലുകളും അടുപ്പിച്ച് അതുപോലെ തന്നെ ഒന്നാമത്തെ സ്വഫ് പൂർത്തിയായതിനു ശേഷം രണ്ടാമത്തെ സ്വഫ് പൂർത്തിയാക്കുന്ന ആ അവസ്ഥയിലാണ് മലക്കുകൾ സ്വഫ് നിൽക്കാറ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ അങ്ങനെയാണ് മലക്കുകൾ അടുപ്പിച്ച് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഈ ബാബിലെ മലക്കുകളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ ഹദീസുകൾ അടുത്ത ദർസിൽ നമുക്ക് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാനും അത് കർമ്മത്തിൽ കൊണ്ടുവരാനും തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.